കൊല്ലം വാടിയിലെ കോസ്റ്റൽ ലൈബ്രറി ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കിപ്പണിതു. തീരദേശത്തെ ഇല്ലായ്മകളിൽ പടുത്തുയർത്തിയ വായനശാല ഏറെ പതിറ്റാണ്ട് പിന്നിട്ടു. ഒരു നാടിന്റെ സാംസ്കാരിക സാഹിത്യ വളർച്ചയ്ക്ക് കാരണമായ കോസ്റ്റൽ ലൈബ്രറി പരിചയപ്പെടാം ഇനി. 1930 വാടി പള്ളി പരിസരത്ത് ആരംഭിച്ച സെന്റ് ആന്റണീസ് റീഡിംഗ് റൂമാണ് കോസ്റ്റൽ പബ്ലിക് ലൈബ്രറിയുടെ ആദ്യ രൂപം. 2020 കനത്ത മഴയിൽ തകർന്ന കെട്ടിടമാണ് 65 ലക്ഷം രൂപ സ്വരൂപിച്ച് പുനർനിർമ്മിച്ചത്. ഞങ്ങൾ ഈ ലൈബ്രറി 2020 കെട്ടിടം ഒരു രാത്രി നിലംപതി പതിച്ചതാണ്. അപ്പം അതിനുശേഷം ഈ ലൈബ്രറി നമ്മൾ കുത്തകപ്പാട്ട സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കെട്ടാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഗ്രാൻറ്റും കിട്ടിയില്ല. നമ്മൾ നാട്ടിൽ നിന്ന് സ്വരൂപിച്ചാണ് ഈ കെട്ടിടം ഈ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. 5000-ഓളം അംഗങ്ങളും 15,000-ത്തിലധികം വരുന്ന പുസ്തകശേഖരവുമാണ് വായനശാലയുടെ കരുത്ത്. ബാലവേദി, യുവജനവേദി, വനിതാവേദി എന്നിവയൊക്കെ കോസ്റ്റൽ ലൈബ്രറിയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾ. എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ വന്ന് ബുക്ക് എടുക്കാറുണ്ട്. നല്ല ലൈബ്രറിയാണ്, സൗഹൃദമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ബാലവേദി സംഘടന ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ചേച്ചിമാർ എല്ലാവരും ഇവിടെ വന്ന് ബുക്ക് എടുക്കാറുണ്ട്. നല്ല ബുക്കാണ്. ബാലസാഹിത്യം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള പുസ്തകവും ഇവിടെ ഉണ്ട്. വിവിധ ഭാഷകളിലെ പുസ്തകങ്ങൾ, കവിതകൾ, നോവൽ, ചെറുകഥ, ബാലസാഹിത്യം തുടങ്ങിയവയുടെ വലിയ ശേഖരം. കുട്ടികളുടെ സർഗാത്മകതയെ വളർത്താനും വായനശാല പിന്തുണ നൽകുന്നു. കവിതാ ഭാഗമാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കവിതാ ഭാഗത്ത് ഇഷ്ടംപോലെ ബുക്ക് വായിക്കാറുണ്ട്. കുറേ ചേച്ചിമാരായിട്ട് വരാറുമുണ്ട്. പിന്നെ പാത്തുമ്മയുടെ ആടാണ് മിക്കപ്പോഴും വായിക്കാറുള്ളത്. ഇപ്പം മിക്ക പിള്ളേരൊന്നും വരാറില്ലാത്തതുകൊണ്ട് ആരും വിശ്വസിക്കത്തില്ല ലൈബ്രറി വരും വായിക്കുന്നെന്ന്. ഫ്രണ്ട്സിനെയും കൊണ്ടുവരാറുണ്ട് മിക്കപ്പോഴും. 2018 പ്രളയ രക്ഷാപ്രവർത്തനത്തിന് വള്ളവുമായി ആദ്യം പുറപ്പെട്ടത് വാടി ലൈബ്രറിയിലെ അംഗങ്ങളായിരുന്നു. ഇതിന്റെ ഓർമ്മയ്ക്ക് പുതിയ കെട്ടിടത്തിൽ ഒരിടവും ഒരുക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ലൈബ്രറി, റീഡിംഗ് റൂം, സൗജന്യ ഇ-സേവാ കേന്ദ്രം, PSC പരിശീലനം എന്നിവയൊക്കെ കോസ്റ്റൽ ലൈബ്രറിയുടെ ഭാഗം. ഡിജിറ്റൽ യുഗത്തിൽ പുസ്തക വായന കുറയുന്നുവെന്ന് പരാതി പറയുമ്പോൾ ഗ്രാമങ്ങളിലെ ഇതുപോലെയുള്ള ഗ്രന്ഥശാലകൾ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണ്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.